വെൽക്കം ടു വാഗബോണ്ട്. നമ്മൾ ഇന്ന് ഗ്ലോബൽ വില്ലേജിലേക്കാണ് പോകുന്നത്. ഗ്ലോബൽ വില്ലേജ് 29th സീസൺ ആണ് കേട്ടോ ഇത്. തേഴ്സ്ഡേ ഫ്രൈഡേ പബ്ലിക് ഹോളിഡേയ്സ് ഈ ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ 30 dirhams പെർ ഹെഡ് ആണ് ചാർജ് വരുന്നത്. ബാക്കിയുള്ള ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ പെർ ഹെഡ് 25 dirhams ആണ് എൻട്രി ചാർജ്. നോർമലി എല്ലാ ഇയറും ഡിസംബർ ഓർ ജാനുവരി മന്തിലാണ് നമ്മൾ ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്യാറുള്ളത്. ഈ ഇയർ പല റീസൺസ് കൊണ്ട് അത് മാർച്ചിലേക്കായി. റംദാൻ വ്രതം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഗ്ലോബൽ വില്ലേജിൽ തിരക്ക് വളരെ കുറവായിരുന്നു. ആക്ച്വലി ഇത്രയും ഫ്രീ ആയിട്ട് ഗ്ലോബൽ വില്ലേജ് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. ഇപ്പോഴത്തെ ക്ലൈമറ്റും നല്ല ക്ലൈമറ്റായിരുന്നു. വല്ലാതെ തണുപ്പുമില്ല, എന്നാൽ ചൂടുമില്ല. ആസ് യൂഷ്വൽ എല്ലാ ഇയർലെയും പോലെ തന്നെ ഫസ്റ്റ് പോയത് യമൻ പവലിയനിലാണ്. മസാലാസ് വാങ്ങലായിരുന്നു ലക്ഷ്യം. ഇത്തവണ വാങ്ങിയത് ഒറിഗാനോ, പെപ്രിക്ക, അറബിക് ബിരിയാണി മസാല ഇതൊക്കെയാണ് കേട്ടോ. നമ്മൾ പോയത് ഈജിപ്ത് പവലിയനിലാണ്. ഈജിപ്ത് പവലിയനിൽ ഇതുപോലെ ഡ്രീം ക്യാച്ചേഴ്സും ഒരുപാട് സ്മോൾ ഷോ പീസസും ഉണ്ട് കേട്ടോ. ഈജിപ്ഷ്യൻ ഡിസൈനുള്ള ക്രോക്കറീസ്, ബാഗ്സ് ഇതെല്ലാം ഇവിടെ ഭയങ്കര റീസണബിൾ റേറ്റിലാണ് കേട്ടോ കിട്ടുന്നത്. ഇത് നമ്മുടെ ഇന്ത്യ പവലിയനിൽ ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയുടെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ട്. റീസണബിൾ റേറ്റിലാണ് കേട്ടോ ഈ ഇമിറ്റേഷൻ ജ്വല്ലറി ഒക്കെ കിട്ടുന്നത്. 2 dirhams ആണ് സ്റ്റാർട്ടിങ് വരുന്നത്.
ഇത് ചൈന പവലിയനാണ്. ചൈന പവലിയനിലെ എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. 10 dirhams മുതലുള്ള ഓഫർ ഉണ്ട്. നല്ല നൈറ്റ് ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇത് ഇവിടെ ഒരു ലേഡി ഇരുന്ന് ലൈവായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ആണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ആയിട്ടോ ഗിഫ്റ്റായിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്തവണ എല്ലാ പവലിയൻസിലും ഇതുപോലെ സ്റ്റാമ്പിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ഇയർ പാസ്പോർട്ടിൻ്റെ നമുക്ക് സ്റ്റാമ്പ് ചെയ്യാൻ സ്റ്റിക്കേഴ്സ് ആയിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പോൾ ഇവിടെ സ്റ്റാമ്പിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്, നമ്മുടെ എക്സ്പോ 2020 പോലെ. ഹാപ്പിനെസ് സ്ട്രീറ്റിൽ പതിവ് പോലെ ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. നമ്മളിവിടുന്ന് ബട്ടർ മിൽക്ക് ഫ്രൈഡ് ചിക്കൻ ട്രൈ ചെയ്തു കേട്ടോ. ക്രോഫിൽ നിന്നുള്ള വൈറൽ കൊസോൺസും നമ്മൾ ട്രൈ ചെയ്തു. ഇത് നമ്മുടെ ആഫ്രിക്കൻ പവലിയൻ ആയിരുന്നു. ആഫ്രിക്കൻ പവലിയനിൽ നിന്ന് മെയിനായിട്ട് നമ്മൾ വാങ്ങിക്കാറുള്ളത് മോയ്സ്ചറൈസിങ് ക്രീം, അതുപോലെ തന്നെ ഈ വുഡൻ്റെ ടീസ്പൂൺസ് ഞാൻ ഈ പ്രാവശ്യം വാങ്ങിയിരുന്നു കേട്ടോ. ഇത് തായ്ലൻഡ് പവലിയൻ ആണ് കേട്ടോ. തായ്ലൻഡിൽ നമ്മൾ കണ്ട ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഫിയസ്റ്റ സ്ട്രീറ്റ് ആണ്. ഇവിടെയും ഫുഡ് സ്റ്റോൾസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ പോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടായിരുന്നു. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലും ഫുഡ് സ്റ്റോൾസ് ആണ് ഉള്ളത്. ഇത്തവണ ട്രൈ ചെയ്ത ഫുഡ്സിൻ്റെ വീഡിയോ എല്ലാം ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ ഇയർ ഇതുവരെയായിട്ട് ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യരുത്. ഇപ്പോൾ ക്ലൈമറ്റും നല്ലതാണ്, തിരക്കും കുറവാണ്.